കട്ടച്ചക്കുഴി കൃഷ്ണയിൽ പടപട ചിക്കൻ പുരട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഉണ്ടാക്കി പടപട വിടും പോലെ പുട്ടുപോലെ അല്ല 4 നാഷണൽ അവാർഡ് തൂക്കിയ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ സിനിമയിലേക്ക് കടക്കുകയാണ്. ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ വോട്ടിംഗ് പ്രകാരമാണ് ഈ പടം പോയി കണ്ടത്. കഥ സംവിധാനം വിപിൻ അല്ലിയിൽ ഇതിൻ്റെ മുമ്പത്തെ പടം പൊമ്പള ഒരുമ കിട്ടില്ല സാധനം പ്ലേയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. മിക്ക ആൾക്കാരും കണ്ടിട്ടില്ല. അവസാനമൊക്കെ കിട്ടുന്നൊരു ഹൈ ഉണ്ട്, കിട്ടില്ല ത്രില്ലറാണ്. ഈ ബാലനൊക്കെ ഇത്രയും അപ്രിസിയേഷൻ കിട്ടുന്ന സമയത്ത് ഇത് ആരും പറയില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അത്രയും വലുതാണ്. എൻ്റെ നടിക്ക് സ്റ്റേറ്റ് അവാർഡും കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിന് ശേഷം വിപിൻ അല്ലി വരികയാണ്. ഈ സിനിമ ഇതിനെങ്ങനെ സെൻസർ കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ജാനകി എന്ന് പേരിട്ടതിന് ആ JSK സിനിമയെ പിടിച്ച് വെച്ചെന്ന് ഓർമ്മയുണ്ട. ഇത് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പള്ളിക്കാരും ഈ പടം കാണരുത്, പള്ളിക്കാരും പട്ടക്കാരും ഒന്നും ഈ പടം കാണരുത്, കണ്ട ഒരു അടി കിടക്കും. കാരണം ബൈബിളിൻ്റെ കോറിലാണ് കയറി അടിച്ചിരിക്കുന്നത്. ഇതൊരു മറ്റേ റിലീജിയസ് സറ്റയർ, സ്പിരിച്വൽ കോമഡി, ഫാൻറ്റസി പരിപാടിയാണ്. പക്ഷേ ഇത് മറ്റേ PK ഹിന്ദു മതത്തിനെ പിടിച്ചതുപോലെ, ഇപ്പോൾ ആരിഫ് ഹുസൈൻ മുസ്ലിം മതത്തിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് ക്രിസ്തു മതത്തിലെ ബൈബിളിനകത്തുള്ള കാര്യങ്ങളും അതിനെ ഈ പുറത്തെ പാതിരിമാരും വേറെ രീതിയിലൊക്കെ പുറത്ത് പറഞ്ഞ് സഭ വളർത്തിക്കൊണ്ട് പോകുന്നതിനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന് വരെ റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് ഇനി അതിൽ എത്രത്തോളം എന്താണ് വാസ്തവം ഏതാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർത്തോട്ടെ. നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയിൽ ഇതിൽ സ്ക്രിപ്റ്റിൽ അത്യാവശ്യം നല്ല റിസർച്ച് പണി നടത്തിയിട്ടുണ്ട്. കാരണം ഈ കുറേ കാര്യങ്ങളൊന്നും നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. അതങ്ങനെയാണ്, ബൈബിളിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടി സ്ക്രിപ്റ്റിൽ പണിയെടുത്ത് ഇതൊരു വലിയ സംഭവമാക്കി കൊണ്ടുവരണമെന്ന് വിചാരിച്ചുള്ളൊരു ശ്രമം സ്ക്രിപ്റ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ എടുത്തു വച്ചിരിക്കുന്നത് പെർഫോമൻസ്, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമോട്ടോഗ്രഫി എല്ലാം ഒന്നും ദുരന്തമായിപ്പോയി. കാരണം ഇത് സിനിമ ഭയങ്കര ഒട്ടും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ സിനിമ പ്ലേ ചെയ്യുന്നു, സൈഡിൽ ആരോ ഏതൊക്കെ ഇൻസ്റ്റാ റീൽ ഇങ്ങനെ തോണ്ടി വിടുന്നു, 10 സെക്കൻഡ് 20 സെക്കൻഡിനുള്ള ഇൻസ്റ്റാ റീൽസ്. അപ്പോൾ ആ ഓരോ മ്യൂസിക് ഒരു ബന്ധമില്ലാത്ത മ്യൂസിക് ഇങ്ങനെ മാറി കേട്ടോണ്ടിരിക്കില്ലേ, അതെടുത്ത് സിനിമയിൽ കുത്തിക്കയറ്റി വെച്ചാലാണ് തോന്നിയത്. പലയിടത്തും ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ബന്ധമില്ലാത്ത 2 മ്യൂസിക്, അത് ഒന്ന് സാഡായിട്ട് പോകണമെങ്കിൽ അടുത്ത് ഫാസ്റ്റായിട്ട് പോകും, പക്ഷേ സീനെല്ലാം ഒന്നി തന്നെ. അതുപോലെ സീനുകൾക്കിടയിലുള്ള കട്ട് വരുന്ന സമയത്ത് ഒരു കണ്ടിന്യൂറ്റി ഇല്ല. കണ്ടിന്യൂറ്റി ഇല്ല മീൻസ് കഥയ്ക്ക് കണ്ടിന്യൂറ്റി ഇല്ല എന്നല്ല, ഈ സീനും 2 സീനും തമ്മിൽ ചേർച്ച വേണ്ടേ, അതില്ല. അവിടെ തന്നെ മ്യൂസിക് ടപ്പേനങ്ങ് കട്ടാവും, സ്വിച്ച് ഇട്ടുമല്ല, മ്യൂസിക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, അടുത്തത് മനസ്സിലായി, അതാണ് സംഭവം. ഇത് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ സിനിമാറ്റോഗ്രഫിയിൽ പിന്നെ ലാസ്റ്റ് ഹല്ലേലൂയ എന്നുണ്ടെന്ന് ഒരു സാധനമുണ്ട്, അത് കുറേ നേരിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഗോപി സുന്ദറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ പറഞ്ഞ മൊബൈലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്, അങ്ങനെയാണ് തോന്നുന്നത്. അതും ഒരു ഇതില്ല, രാത്രി നീല വെളിച്ചം അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെ. ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട്, ബഡ്ജറ്റ് പ്രശ്നമാണ് മെയിനായിട്ട് ഇതിൽ തോന്നുന്നത്. അതുപോലെ പെർഫോമൻസുകൾ വിരലിലെണ്ണാവുന്ന കുറച്ച് പേര്, അതായത് രാജേഷ് ശർമ്മ, രഞ്ജിനി മേനോൻ, ശ്രീജാദാസ്, സാജിദ് യഹിയ, ഡൊമിനിക് ഡൊമെ, അവരെ മാത്രമേ പരിചയമുള്ളൂ. ബാക്കി എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പടങ്ങളിലൊക്കെ വരുന്ന ടീമുകളാണ്. പക്ഷെ ഒരാൾ പോലും മര്യാദയ്ക്ക് അവന് എല്ലാവരും ഡയലോഗ് നിന്ന് കാണാതെ പഠിച്ച് പറയുന്നു, ക്യാമറയിൽ നോക്കുന്നു. ഒരു 10-50-20 പേര് നിൽക്കുന്നിടത്ത് പകുതി പേര് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് പെർഫോമൻസാണ്. ഇത് ഇനി ഇമോഷണലി കയറേണ്ട സാധനങ്ങൾ ഇതിനകത്തുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഈ സാത്താനെ കൊണ്ടുവരുന്ന വിധം, സാത്താനെ കാണിച്ചതിൽ ഒരു പുതുമയുണ്ട്, കുറേ വെറൈറ്റി സാധനങ്ങളിനകത്തുണ്ട്. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്, മൈൻഡിൽ ഇതാണ് ഇങ്ങനെ വരേണ്ടതാണെന്ന് പറഞ്ഞ ഇടയ്ക്കായിട്ട് ചെയ്ത് വന്നപ്പോൾ ഇത് അഭിനയിച്ചിരിക്കുന്നത് ഇവരൊക്കെ ആയതുകൊണ്ട് കൊള്ളത്തില്ല. അഭിനയം തന്നെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. ഇങ്ങനെ പോയിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം, ഇതിൽ സറ്റയർ പരിപാടി, അതിൽ ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്തവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇറിറ്റേഷൻ പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫോഴ്സ്ഡായിട്ട് ഇത് ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയണം, അതിനുവേണ്ടി ഈ ഒരു സീൻ വേണം, അങ്ങനെ കയറ്റി വെച്ചിരിക്കും പോലത്തെ സീനുകളാണ്. അത് പലതും ഈ ഈ സുവിശേഷക്കാരിങ്ങനെ ഒന്ന് പ്രസംഗിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് ഒരാൾ വന്ന് മൈക്കെടുത്ത് എങ്ങനെ പറയണോ അതുപോലെ തന്നെ ഇതിൽ ഇന്ന് എഫക്റ്റീവാക്കി കൊണ്ടുവരാവുന്ന സാധനങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു ഇൻ്റർവ്യൂ പോലെ, ചാനൽ ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ ആങ്കർ ആയിട്ട് വരുന്ന ചേച്ചിയാണ് രഞ്ജിനി മേനോൻ. ഡബ്ബിങ്ങൊക്കെ ഭയങ്കര മോശം, പടത്തിലെ ഒട്ടുമിക്ക പേരുടെ ഡബ്ബിങ്ങും മോശമാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നായകൻ്റെ ഡബ്ബിങ് ലിപ്പ് ഒന്നും മാച്ച് ആവുന്നില്ല. ഈ ഇൻ്റർവ്യൂ സമയത്ത് ഇപ്പോൾ ഒരു ക്ലീശ സാധനം ഉണ്ടല്ലോ, ഈ എടുക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഒരു പണിയില്ലാതെ ടി വിയിലെ നോക്കിക്കൊണ്ടിരുന്നിട്ട് റിയാക്ട് ചെയ്യണം. ഇങ്ങനെ റിയാക്ഷൻ എടുക്കുന്നത് ഇന്ത്യൻ ടൂവിലൊക്കെ ഉണ്ട്. റിയാക്ഷൻ എടുക്കുന്ന ആൾക്കാരുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരും നമുക്ക്. ഒരു മൂന്ന് പേര്
ഈ ചാനലിലും മേധാവികൾ അതിനായിട്ട് അവിടെ ഇരിപ്പുണ്ടോ അവർക്ക് അതുകൊണ്ട് എന്നാൽ സ്പൂഫായിട്ട് എടുത്തിരുന്നെങ്കിൽ ഓക്കെ, ഇത് സ്പൂഫും അല്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് സ്പൂഫായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മേക്കിങ്. സ്റ്റിൽ ഇത് എനിക്കങ്ങ് ബോറടിച്ചില്ല ഈ പടം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുടക്കം നമുക്ക് ബൈബിളിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാമെന്നുള്ളവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ചിലതൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇന്ന സാധനങ്ങൾ അതിനകത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫൊക്കെ പടപടയുന്നുണ്ട് പോയി, എത്ര ഒരു 45 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. സെക്കൻഡ് ഹാഫാണ് ഇത് നീങ്ങാതെ ഇങ്ങനെ അങ്ങ് പോകണം. പക്ഷേ അതിൽ ഇത് പരിപാടി ഇതാണ്, യേശു ക്രിസ്തു അന്തകാലത്ത് വന്നതുപോലെ വീണ്ടും യേശു പുനർജനിച്ചു. കുറേ പേര് യേശുവായിട്ട് വരുന്നുണ്ട്, യേശുവാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആൻ്റപ്പം വരുന്നുണ്ട്. ആൻ്റപ്പം പക്ഷേ ഒറിജിനൽ യേശുവാണ്. പക്ഷേ യേശുവിൻ്റെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഈ ക്യാരക്ടർ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിരിക്കണേ. ഈ കാലഘട്ടത്തിൽ അയാൾ എങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്യുമെന്നുള്ളത് അതേ കാര്യങ്ങൾ വീണ്ടും ഇയാൾക്ക് റീക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിൽ അയാൾ സക്സീഡായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പക്ഷേ ബൈബിളിൽ കാണുന്നത് പോലെ അല്ല ക്രൈസ്റ്റ് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയണത്. അത് ഇവർ മതക്കാർ അതിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പോയി, അവരുടെ ഇഷ്ടപ്രകാരം മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ട് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇന്ന ആളാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നൊരു കാര്യമാണ് ഇതിൽ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ യേശുവിന് ലാസ്റ്റ് എന്ത് കുരിശ് തറച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഇതിൽ വരുമ്പോൾ ആരൊക്കെയാണ് അതിനെ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വലിച്ചു കീറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, വലിച്ചു കീറി വച്ചിട്ടുമുണ്ട്. പക്ഷേ അത് എഫക്റ്റീവായിട്ട് വന്നില്ല. അതാണ് അത് മേക്കിങ്ങിൻ്റെ പോരായ്മയും പെർഫോമൻസിൻ്റെ പോരായ്മയും കൊണ്ടാണ് അത് അങ്ങനെ വരാത്തത്. അത് മാത്രമല്ല ഒരുപാട് ഇതിലൊക്കെ ഒരു കോമഡി പടം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം കോമഡി വർക്കൗട്ട് ആവണം, ഒരൊറ്റ കോമഡി ഒളിച്ചിരിക്കാനുള്ളതില്ല. എന്നാൽ ഈ സട്ടിയർ പരിപാടി ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നില്ല, അപ്പോൾ ഇതിങ്ങനെ അല്ലല്ലേ എന്ന് നമുക്ക് ആലോചിക്കുന്ന രീതിയിൽ സട്ടിയർ പരിപാടിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷേ കോമഡി തീരെ വർക്കൗട്ടായിട്ടില്ല. അവിടെ ചിരിക്കാനുള്ളതൊന്നുമില്ല, അത് പലതും വെറുപ്പിക്കലായിരുന്നു കോമഡി നമ്മളുണ്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു കല്യാണം വെട്ടി വെച്ചിട്ട് വിവിൻ അല്ലി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തോ ചിരിക്കണമെന്ന് എനിക്കറിയാം, ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്ന് പറഞ്ഞുകൂടാ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ ഇദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് നോക്കാം ഇപ്പുറത്ത് ആരുമില്ല, അതുകൊണ്ട് എന്തെങ്കിലുമോ കാണിച്ചിട്ട് പോവുക. അപ്പോൾ അതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഒരു PK പോലത്തെ ഒരു മലയാളം സിനിമ ഊക്ക് വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒത്തില്ല, ഓക്കെ ആയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.